ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ആമയിഴഞ്ചാൽ തോട്ടിൽ കാണാതായ ജോയിയുടെ മൃതദേഹം കണ്ടെത്തി എന്നുള്ള വാർത്തയാണ്. ഇന്ന് നാവികസേന ഉൾപ്പെടെ തിരച്ചിൽ നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം സ്കൂബ ടീമും ഒപ്പം തന്നെ NDRF സംഘവും ഒക്കെ തിരച്ചിൽ നടത്തിയിരുന്നതാണ്. അപ്പോഴാണ് ഇന്നിപ്പോൾ നാവികസേന കൂടി ഇറങ്ങിയപ്പോൾ ജോയിയുടെ മൃതദേഹം കണ്ടെത്തി എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഉപ്പിലാമൂട് പാലത്തിന് സമീപമാണ് മൃതദേഹം കണ്ടെത്തിയെന്ന വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 3 ദിവസമായി നമ്മൾ തിരച്ചിൽ നടത്തിയിരുന്നതാണ്. ഇന്ന് ഇപ്പോൾ രാവിലെ 9:30 കൂടിയിട്ടാണ് ഈ മൃതദേഹം കണ്ടെത്തി എന്നുള്ള വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഉപ്പടമൂട് പാലത്തിനടുത്താണ് മൃതദേഹം പൊങ്ങിയത്. 2 ദിവസം മുൻപ് രാവിലെ 11 മണിയോടെയാണ് ഈ ആമയിഴഞ്ചാൽ തോട്ടിൽ ഈ ജോയിയെ കാണാതായത്. ഇന്നലെയൊക്കെ തിരച്ചിൽ നടത്തിയിരുന്നു. NDRF സംഘം ഒപ്പം തന്നെ സ്കൂബ ടീം ഒക്കെ തിരച്ചിൽ നടത്തിയിരുന്നതാണ്. ചന്തു ചന്ദ്രശേഖർ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ചന്തു, എപ്പോഴാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്? നാവികസേനയുടെ തിരച്ചിലിനൊടുവിലാണോ ഈ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയത്? സമയം മുൻപാണ് ഉപ്പിലാമൂട് പാലത്തിന് സമീപം ഒരു മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ജോയി ആണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല, ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. ഒരു മൃതദേഹം ഉപ്പിലാമൂട് പാലത്തിന് സമീപം ആമയിഴഞ്ചാൽ തോടിൽ പൊങ്ങിക്കിടക്കുന്നതായി കണ്ടവർ അറിയിച്ചതിനെ തുടർന്ന് അവിടെ പരിശോധന നടത്തുകയാണ്. ഈ നേവിയും ഫയർഫോഴ്സ് സംഘവും പരിശോധന നടത്തിയിടത്തല്ല ഇപ്പോൾ ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. കാരണം ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണ്, ഈ ജോയിയെ കാണാതായ സ്ഥലത്താണ് കഴിഞ്ഞ 2 ദിവസമായി ഫയർഫോഴ്സും ഇപ്പോൾ നേവിയും പരിശോധന നടത്തുന്നത്. പക്ഷേ ഈ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം കഴിഞ്ഞ് അതിനപ്പുറത്തേക്ക് പഴവങ്ങാടി ഭാഗത്താണ് ഇപ്പോൾ ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഒഴുക്കിൽപ്പെട്ട് അങ്ങോട്ടേക്ക് പോയതാണോ എന്നാണ് സംശയം. എന്തായാലും ജോയി ആണോ എന്ന സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു മൃതദേഹം അവിടെ കാണാൻ കഴിഞ്ഞു എന്ന വിവരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സ്ഥിരീകരണം വൈകാതെ തന്നെ എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ പാലത്തിന് സമീപം ജോയിയെ കാണാതായ ഈ റെയിൽവേ പ്ലാറ്റ്ഫോമിന് സമീപം ഇപ്പോഴും പരിശോധന തുടരുകയാണ്. നേവിയുടെ പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നേവിയുടെ ഒരു മുങ്ങൽ വിദഗ്ധൻ ഈ കനാലിനുള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്, ഈ ടണലിനുള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. 2 ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ പിന്തുടരുന്നുമുണ്ട്. മാത്രമല്ല NDRFിന്റെയും ഫയർഫോഴ്സിന്റെ സ്കൂബ ടീമിന്റെയും സംഘം നേവിയെ സഹായിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഒപ്പമുണ്ട്. സോണാർ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് ഇവിടെ നടക്കുന്നത്. ഈ പരിശോധന ഇപ്പോൾ പുരോഗമിക്കുന്നത് കാരണം ജോയിയാണ് കണ്ടെത്തിയതെന്ന് സ്ഥിരീകരിക്കാത്ത സാഹചര്യത്തിലാണ് നേവിയുടെ പരിശോധന ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ കാര്യത്തിൽ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. ഏറ്റവും ദാരുണമായ വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ജോയിയുടെ മൃതദേഹമാണ് എന്നതിലൊരു സ്ഥിരീകരണമായിട്ടില്ല എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? മൃതദേഹമാണോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു മൃതദേഹം ഉപ്പിലാമൂട് പാലത്തിന് സമീപം ഉയർന്നു വന്നതായി ഇപ്പോൾ ഇത് കണ്ടവർ അറിയിച്ചിരിക്കുന്നു. അതനുസരിച്ചാണ് ഇവിടെ നിന്ന് ഉദ്യോഗസ്ഥരെല്ലാം അങ്ങോട്ട് പോയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇതിൽ സ്ഥിരീകരണം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ സ്ഥിരീകരണം ഉണ്ടായാൽ ഇവിടുത്തെ പരിശോധന നിർത്തും. സ്വാഭാവികമായും ഇപ്പോൾ പരിശോധന തുടരുന്നതിന്റെ കാരണവും അതുകൊണ്ടാണ്. കാരണം ജോയി ആണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. ഇപ്പോൾ സോണാർ ഉപയോഗിച്ചുള്ള പരിശോധന ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേവിയുടെ മുങ്ങൽ വിദഗ്ധൻ ഇപ്പോൾ ഈ ജോയിയെ കാണാതായ സ്ഥലത്ത് ഈ കനാലിനുള്ളിലേക്ക് പ്രവേശിച്ച് പരിശോധന നടത്തുകയാണ്. ഏതെങ്കിലും തരത്തിൽ ഇതിനകത്ത് കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ കണ്ടെത്തുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് സോണാർ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തുന്നത്. ഈ പരിശോധന നടക്കുന്നതിനിടെയാണ് ഒരു മൃതദേഹം ഉപ്പിലാമൂട് പാലത്തിന് സമീപം കണ്ടെത്തി എന്ന വാർത്തകൾ വരുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാകുന്നതാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഈ ഘട്ടത്തിൽ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ജോയിക്കായുള്ള രക്ഷാദൗത്യം പുരോഗമിക്കുകയാണ് ആമയിഴഞ്ചാൽ തോട്ടിൽ. ആ ഘട്ടത്തിലാണ് ഒരു മൃതദേഹം ഇപ്പോൾ ഉപ്പിടാമൂടിന് സമീപം കണ്ടെത്തിയിരിക്കുന്നത്. ജോയിയുടെ മൃതദേഹമാണോ എന്നതിൽ സ്ഥിരീകരണമായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. നേവിയുടെ നേതൃത്വത്തിലാണ് പരിശോധന പുരോഗമിച്ചുകൊണ്ടിരുന്നത്. 2 പകലും 2 രാത്രിയും നീളുന്ന പരിശോധനയ്ക്കൊടുവിൽ 3-ാം ദിനം പരിശോധന തുടരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു മൃതദേഹം ഉപ്പിലാമൂട് പാലത്തിനടുത്ത് കണ്ടെത്തിയിരിക്കുന്നത്. അത് ജോയിയുടേതാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ സ്ഥിരീകരണം വരണം എന്നാണ് മനസ്സിലാക്കുന്നത്. ചന്തു ചന്ദ്രശേഖർ തുടരുന്നുണ്ട്. ചന്തു, ഈ ഘട്ടത്തിലും നേവിയുടെ നേതൃത്വത്തിൽ പരിശോധന തുടരുക തന്നെയാണോ?
വീണ നേവിയുടെ പരിശോധന ഇപ്പോഴും പുരോഗമിക്കുകയാണ്. നേവിയുടെ ഒരു മുങ്ങൽ വിദഗ്ധരാണ് ഇപ്പോൾ ഈ സോണാർ സംവിധാനത്തോടൊപ്പം ഈ ജോയിയെ കാണാനായ അമേരിക്കൻ തോടിന്റെ പ്രവേശന ഭാഗത്ത് പല്ലൂർ റെയിൽവേ സ്റ്റേഷന്റെ പ്രവേശന ഭാഗത്ത് ഇപ്പോൾ അകത്തേക്ക് കടന്നിരിക്കുന്നത്. സോണാർ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധനയാണ് നടത്തുന്നത്. അതിനുള്ള സംവിധാനങ്ങളോടെയാണ് ഈ മുങ്ങൽ വിദഗ്ധൻ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ഈ ഇദ്ദേഹത്തെ സഹായിക്കുന്നതിന് വേണ്ടി NDRFന്റെയും ഫയർഫോഴ്സിന്റെ സ്കൂബ ടീമിന്റെ സംഘവും ഇപ്പോൾ ഈ പ്രവേശന കവാടത്തിൽ, അതായത് ഈ ടണലിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന ആ കവാടത്തിൽ തന്നെ നിൽപ്പുണ്ട്. അദ്ദേഹം നൽകുന്ന സിഗ്നലുകൾ അനുസരിച്ചാണ് ഈ സംഘം മുന്നോട്ട് നീങ്ങുന്നത്. പ്രധാനമായും ഈ സോണാർ സംവിധാനം ഉപയോഗിച്ച് ഈ സിഗ്നലുകൾ ഉപയോഗിച്ച് ഏതെങ്കിലും തരത്തിൽ ജോയി ഇതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ കഴിയും. അങ്ങനെ പരിശോധിച്ചാൽ കൃത്യമായും ജോയിയെ കണ്ടെത്താൻ കഴിയും. പ്രധാനമായും ഈ ടണലിനുള്ളിലേക്ക് തുറക്കുന്ന നിരവധി സബ് കനാലുകളുണ്ട്. അതായത് വെള്ളം ഈ ആമേഴഞ്ചാൽ തോടിലേക്ക് വന്നിറങ്ങുന്ന സബ് കനാലുകളാണിവ. ഈ കനാലിന്റെ പരിസരത്തെല്ലാം കഴിഞ്ഞ ദിവസം സ്കൂബ ടീം, ഫയർഫോഴ്സിന്റെ സ്കൂബ ടീം പരിശോധന നടത്തിയിരുന്നു. റെയിൽവേ നൽകിയ മാപ്പ് പ്രകാരം ഇത്തരത്തിൽ തുറക്കുന്ന സബ് കനാലുകളിൽ ചെളി അടിഞ്ഞുകൂടിയ സ്ഥിതിയുണ്ട്. അപ്പോൾ അത്തരം ഭാഗങ്ങളിലേക്കൊക്കെ പരിശോധന കഴിഞ്ഞ ദിവസം സാധ്യമായിരുന്നില്ല. കാരണം അത്രത്തോളം മാലിന്യം, പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെ ഇതിനകത്ത് കെട്ടിക്കിടക്കുന്ന സാഹചര്യമുണ്ട്. ഇതിന്റെ മുകൾ ഭാഗം മാത്രമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരിശോധിക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഈ സോണാർ സിസ്റ്റം ഉപയോഗിച്ച് ഇതിന്റെ അടിഭാഗം പരിശോധിക്കുന്നതിനുള്ള ഒരു ശ്രമം കൂടി നടത്തുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ ഈ പരിശോധനയിൽ കൂടുതൽ പ്രതീക്ഷ വച്ചു പുലർത്തുന്നുണ്ട് ഫയർഫോഴ്സും NDRFും ഈ സ്കൂബ ടീമും ഉൾപ്പെടെ. എന്തായാലും പരിശോധന നടക്കുന്നതിനിടെയാണ് ബോഡി ഇപ്പോൾ ഉപ്പിലാമൂട് പാലത്തിന് സമീപം കിട്ടിയതായുള്ള വാർത്തകൾ വരുന്നത്. അത് ജോയിയുടേതാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്ന അങ്ങനെ ഒരു സ്ഥിരീകരണം ലഭിച്ചാൽ ഇവിടെ നേവിയുടെയും NDRFന്റെയും സ്കൂബ ടീമിന്റെയും പരിശോധന ഈ തെരച്ചിൽ അവസാനിപ്പിക്കും. പക്ഷേ അതിലൊരു സ്ഥിരീകരണം ഇനിയും വരേണ്ടിയിരിക്കും. ചന്തു സൂചിപ്പിച്ചതുപോലെ 3-ാം ദിനമാണ് ഇന്ന് തെരച്ചിൽ പുരോഗമിക്കുന്നത്. ജോയിക്കായുള്ള രക്ഷാദൗത്യം പുരോഗമിക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഉപ്പിലാമൂടിന് സമീപം ഒരു മൃതദേഹം പൊങ്ങിയത്. അത് ജോയിയുടേതാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഇപ്പോഴും അവിടെ NDRF സംഘത്തിന്റെയും നേവി സംഘത്തിന്റേതും അടക്കം പരിശോധന പുരോഗമിക്കുകയാണ്.